सब मिलकर एक संग जुट जाए, हम पोलियो बीमारी को इस जग से मिटाए। इन नन्ही जान का भविष्य हम उज्जवल बनाए, कर्तव्य है हमारा इन्हें पोलियो से बचाए। ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ കാലത്താണ് പോളിയോയുടെ ശാസ്ത്രം കണ്ടെത്തിയത്. 1960 ന്യൂയോർക്ക് പോളിയോ എപ്പിഡമിക് ആദ്യമായി ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത്. 1952 ഡോക്ടർ ജോനാസ് സോൾക്ക് ആണ് കുത്തിവയ്ക്കാവുന്ന ആദ്യത്തെ പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. 1961 ഡോക്ടർ ആൽബർട്ട് സെയ്ബിൻ വികസിപ്പിച്ചെടുത്ത ഒരു ഓറൽ പോളിയോ വാക്സിൻ പെട്ടെന്ന് തന്നെ പോളിയോയ്ക്കെതിരായ ഈ പോരാട്ടത്തിന്റെ ആയുധമായി തീർന്നു. 1977 ലോകത്ത് സ്മോൾ പോക്സിന്റെ അവസാനത്തെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് റോട്ടറി ലോകത്ത് നിന്ന് പോളിയോ ഉന്മൂലനം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അതിനിടെ 1979 റോട്ടറി ഫിലിപ്പീൻസിലെ 6 മില്യൺ കുട്ടികളിൽ പോളിയോയ്ക്കെതിരെ പ്രതിരോധശേഷി ഉണ്ടാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇത് റോട്ടറിയുടെ ബൃഹത്തായ ഒരു നേട്ടമായിരുന്നു. 5 വർഷത്തേക്കുള്ള പോളിയോ വാക്സിൻ ആവശ്യപ്പെട്ട വികസ്വര രാജ്യങ്ങൾക്കെല്ലാം അത് സപ്ലൈ ചെയ്യുക എന്ന പ്രഥമ ലക്ഷ്യം അവർ കൈവരിച്ചു. അതിനുവേണ്ടി റോട്ടറിക്കാർ $240 മില്യൺ സമാഹരിച്ചു. അത് അടുത്ത ഏതാനും വർഷം കൊണ്ട് ബില്യന്റെ 1/3 വീതം വർദ്ധിക്കുന്ന റോട്ടറിയുടെ ചരിത്രത്തിലെ പണ്ടുണ്ടാകാത്ത ഒരു തുകയായിരുന്നു. റോട്ടറി ഫൗണ്ടേഷന്റെ ട്രസ്റ്റികളും RIയുടെ ഡയറക്ടേഴ്സ് ബോർഡും ചേർന്ന് ഇന്റർനാഷണൽ പോളിയോ പ്ലസ് കമ്മിറ്റി സ്ഥാപിച്ചു. IPPCയിൽ ഉൾപ്പെടുന്നത് ട്രസ്റ്റിന്റെ ചെയർമാൻ നിയമിക്കുന്ന അംഗങ്ങൾ, ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള ഒരംഗം, പിന്നെ റോട്ടറിയുടെ പോളിയോ ഇറാഡിക്ഷൻ പാർട്ട്നേഴ്സിൽ നിന്നുള്ള കൺസൾട്ടന്റ്സ് എന്നിവരാണ്. റോട്ടറിയുടെ കരാക്കസ് വെനിസ്വേലയിലെ 1995 കൗൺസിൽ ഓൺ ലെജിസ്ലേഷനിൽ കൂടുതൽ പ്രതിബദ്ധതയുടെ കാര്യം പ്രകടിപ്പിച്ചു. വർഷം 2000 ആകുമ്പോഴേക്കും പോളിയോയുടെ ഉന്മൂലനാശം ഉറപ്പുവരുത്തണമെന്ന ഒരു റെസല്യൂഷൻ പാസാക്കി. അതിനെ തുടർന്ന് വർഷം 2005 ആകുമ്പോഴേക്കും ഒരു സർട്ടിഫിക്കേഷനുമാണ് റോട്ടറി ഇന്റർനാഷണലിന്റെ പ്രഥമമായ ലക്ഷ്യം. 1985 രാജ്യമെമ്പാടും ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ഇന്ത്യ ഓറൽ പോളിയോ വാക്സിൻ അവതരിപ്പിച്ചു. ഇതിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി അണിചേർന്നു. ഇന്ത്യയിൽ പോളിയോ പ്രോഗ്രാമിന് പ്രബുദ്ധത വളർത്തുവാൻ റോട്ടറി മുൻകൈയെടുത്തു. 1994 റോട്ടറി ഇന്റർനാഷണലിന്റെ പിന്തുണയോടെ ഡൽഹിയിൽ അന്നത്തെ ഡൽഹി സർക്കാർ 3 വയസ്സിൽ താഴെയുള്ള 1.4 മില്യൺ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പൈലറ്റ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആക്ടിവിറ്റി സംഘടിപ്പിച്ചു. എല്ലാവരും ഒരുപോലെ പങ്കെടുത്ത ഇതൊരു വൻ വിജയമായിരുന്നു. 1995 പോളിയോയുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ നടപ്പാക്കുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി റോട്ടറി മുൻകൈയെടുത്ത് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. All the eyes world over are focused on this meeting today, because what you do today, what you decide today, what the action plan you adopt today will not only have a serious impact on the country, but indeed on the children of the world. ഡൽഹിയിലെ പൾസ് പോളിയോ യജ്ഞത്തിന്റെ വൻ വിജയം ഉത്കൃഷ്ടമായ പൊതുജനാരോഗ്യ യജ്ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് വഴിതെളിച്ചു. 1995 ഡിസംബർ 9 1996 ജനുവരി 20 നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ദിനങ്ങളായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. റോട്ടറിക്കാരെ സംബന്ധിച്ച് ഇതൊരു വെല്ലുവിളിയായിരുന്നു. രാജ്യവ്യാപകമായ പൾസ് പോളിയോ ഡ്രൈവിന് വേണ്ടി റോട്ടറി ഇന്റർനാഷണൽ ഏകദേശം $5 മില്യൺ വിലമതിക്കുന്ന 50 മില്യൺ OPV ഡോസ് ഓഫർ ചെയ്തു. രാജ്യത്തോടുള്ള സന്ദേശത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു സർക്കാരിന്റെ പൾസ് പോളിയോ സ്ട്രാറ്റജി നടപ്പാക്കുന്നതിൽ റോട്ടറി ഇന്റർനാഷണലിന്റെ പങ്ക് പ്രത്യേകം എടുത്തു പറഞ്ഞു. We cannot ask a question, are we going to do it? We've got to do it.
After having invested our time, money, efforts, everything, we cannot afford to fail. സോഷ്യൽ മൊബിലൈസേഷനും ഓറൽ പോളിയോ വാക്സിൻ വാങ്ങാനും വേണ്ടി 1987 ഇന്ത്യ ഗവൺമെന്റിന് റോട്ടറി $20 മില്യൺ സംഭാവന നൽകിയ അന്നു തൊട്ടാരംഭിച്ചതാണ് അവരുടെ പോളിയോ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രതിബദ്ധത. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ദിനങ്ങൾ ആരംഭിച്ചത് 1990-ലാണ്. 1993 റോട്ടറി നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേയ്ക്ക് പ്രചാരണം നൽകാൻ തുടങ്ങി. അതിൽ ആദ്യത്തേത് സംഘടിപ്പിച്ചത് 1995-ലാണ്. അന്ന് 93 മില്യൺ കുട്ടികളെ ഉൾപ്പെടുത്തി. 1996-97 ഒറ്റ ദിവസം കൊണ്ട് 125 മില്യൺ കുട്ടികൾക്ക് OPV നൽകിയത് ഒരു റെക്കോർഡായിരുന്നു. भारत में अगर पोलियो उन्मूलन कार्यक्रम सफल होगा तो विश्व में इसके सफल होने की संभावना है. കാലേ കൂട്ടി തന്നെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. നാഷണൽ പോളിയോ പ്ലസ് ഇമ്മ്യൂണൈസേഷൻ കമ്മിറ്റി ക്ലബ്ബ് തലത്തിൽ റോട്ടറിക്കാരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. റോട്ടറി സപ്പോർട്ടിന്റെ വിവിധ മേഖലകൾ കണ്ടെത്തി ഈ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള വാക്സിൻ ട്രാൻസ്പോർട്ടേഷനും സോഷ്യൽ മൊബിലൈസേഷനും ഇതിൽ ഉൾപ്പെടുന്നു. The biggest role which was played by non-governmental organizations was the tremendous support which the Rotary International gave to us from the beginning. And I would say that it has been a very, very inspiring example for most of us in government. Polio is primarily an urban disease. We know that the last pockets of polio are going to be in urban slum areas. There are some pockets in the city where 40 to 50% of the children only have been covered with polio vaccine. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ റോട്ടറിയുടെ പങ്കാളിത്തത്തിന്റെ നന്ദി സൂചകമായി റോട്ടറി ഇന്റർനാഷണൽ പ്രസിഡന്റ് ഹെർബർട്ട് ബ്രൗൺ ഇന്ത്യ സന്ദർശിച്ചു. മാത്രമല്ല അദ്ദേഹം പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയ്ക്ക് റോട്ടറി അവാർഡ് ഓഫ് ഓണർ സമ്മാനിക്കുകയും ചെയ്തു. 1997 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഭാരത സർക്കാരും നാഷണൽ പോളിയോ സർവൈലൻസ് പ്രോജക്റ്റിനായി ഒന്നുചേർന്നു. In reference to polio eradication at the global level, India has a very important position, and the reason is because India has such a large number of children. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ അദ്ദേഹത്തിന്റെ ഹൈദരാബാദ് സന്ദർശനത്തിനിടയിൽ പോളിയോ വാക്സിൻ കൊണ്ട് കുട്ടികളെ ഇമ്മ്യൂണൈസ് ചെയ്തു. India has collaborated in this effort with Rotary International, with the Gates Foundation, with UNICEF, the World Health Organization, and with the U.S. Agency for International Development, or AID. हमारे मुल्क और ख़ास तौर पर हमारी कौम में पोलियो के केस ज़्यादा मिल रहे हैं. 10 दिसंबर 2000 और 21 जनवरी 2001 के दिन पल्स पोलियो मराकज़ पर सरकार ने मुख्तलिफ रज़ाकाराना तंजीमों जैसे रोटरी इंटरनेशनल की मदद से 5 साल से कम उम्र के बच्चों को दवा के खतरे पिलवाने का इंतजाम किया है. റോട്ടറി സന്നദ്ധ സേവകർ അർബൻ റെഡ് ലൈറ്റ് ഏരിയാസ് അടക്കം വീട് വീടാന്തരം കയറിയിറങ്ങി എല്ലാ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. വർഷം 2002 പോളിയോ ഉന്മൂലനം ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി റോട്ടറി ഇന്റർനാഷണൽ ഇന്ത്യയിൽ പോളിയോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു. Problems we've had in Somalia, Southern Sudan, Angola, Afghanistan are some examples of places. There are not many more besides those, but those are the ones that have been very tough. The promise of a polio-free world, the promise that we've made, that Rotary's made to the world's children, is going to depend so much on our work here. അതിനുശേഷം 2004 റോട്ടറി ഇന്റർനാഷണൽ രണ്ടാമത്തെ തവണയും വിജയകരമായി പോളിയോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു. Polio eradication. Assure RI to say a few words. Honorable dignitaries, respected Rotarians, members of the press, thank you very, very much for having invited me today.
ന്യൂനപക്ഷ സമുദായങ്ങളെ കൂട്ടിയിണക്കാനുള്ള റോട്ടറിയുടെ പ്രയത്നത്തിന് 2007 ഫലമുണ്ടായി. പോളിയോ ഉന്മൂലനത്തിനായി ഇവരുടെ പിന്തുണയും നേതൃത്വവും ശേഖരിക്കുവാനായി ഉത്തർപ്രദേശിൽ റോട്ടറി മുസ്ലിം ഉലീമ കമ്മിറ്റിക്ക് രൂപം നൽകി. മതനേതാക്കൾ ഈ മനുഷ്യത്വപരമായ ക്ഷണം സ്വീകരിക്കുകയും അവരുടെ സമുദായത്തിൽ ഈ ഉദ്യമത്തെ സ്വാഗതം ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃക കാട്ടിക്കൊടുക്കുകയും ചെയ്തു. കോർപ്പറേറ്റ് ലോകവും ഈ ഉദ്ദേശത്തിന് ആത്മാർത്ഥമായി താൽപര്യം പ്രകടിപ്പിച്ചു. I very fondly welcome Mr. Bill Gates Sr., Mr. Bill Gates and Mrs. Gates. And this year alone, we in the Aditya Birla Group have immunized over 5 million children. It's a cause that amazing progress has been made on, but what we found is that it's a little more challenging than we expected. And this extra last measure of dedication is going to require some innovation. It's going to require overcoming that fatigue and really pushing forward. അത് ജനങ്ങളെ പ്രേരിപ്പിച്ചു. പ്രവർത്തന സംവിധാനം മൊബിലൈസ് ചെയ്തു. പിന്നെ പോളിയോ ഉന്മൂലനം സംബന്ധിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നതിന് ഉദാരമായി സംഭാവനയേകുകയും ചെയ്തു. സൗഭാഗ്യ है कि मैं रोटेरियंस के बीच उपस्थित हूं और स्वास्थ्य विकास में भाग ले रही हूं. റോട്ടറി അതിന്റെ പരമോന്നത പോളിയോ ഇറാഡിക്കേഷൻ ബഹുമതിയായ പോളിയോ ചാമ്പ്യൻ അവാർഡ് മുഖേന പ്രമുഖ നേതാക്കളുടെ സംഭാവനകൾക്ക് പ്രോത്സാഹനം നൽകി. मैं रोटरी इंटरनेशनल को इस बात के लिए बधाई देता हूं कि उन्होंने इस कैंपेन में, पोलियो इरेडिकेशन कैंपेन में, पल्स पोलियो कैंपेन में बहुत ही इफेक्टिव प्रभावकारी भूमिका निभाई है. റോട്ടറി ഇന്റർനാഷണലിന്റെയും അതിന്റെ പങ്കാളികളുടെയും വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധതയും കഠിനാധ്വാനവും കൊണ്ടാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായത്. ഈ ഉദ്ദേശത്തിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച സന്നദ്ധ സേവകർ ഇതിന്റെ വിജയത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. हमारे इस विशाल देश में भौगोलिक स्थितियां भी अलग अलग तरह की हैं। इसलिए पोलियो टीकाकरण केंद्रों तक मौखिक पोलियो टीके के बॉक्स पहुंचाने के लिए ऊंटों से लेकर हेलीकॉप्टरों तक का इस्तेमाल किया गया। കൂടുതൽ വ്യാപ്തിയും ഫലപ്രാപ്തിയും കൈവരിക്കുന്നതിനായി രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വിവിധ മാധ്യമങ്ങൾ മുഖേന വിവരങ്ങൾ എത്തിക്കുന്നതിന് ബൃഹത്തായ ഒരു മീഡിയ യജ്ഞത്തിന് രൂപകൽപ്പന ചെയ്തു. ജനങ്ങൾക്ക് പ്രചോദനമേകിയും പ്രബുദ്ധത വളർത്തിക്കൊണ്ടും ജീവിതത്തിലെ എല്ലാ തുറകളിലുമുള്ള സെലിബ്രിറ്റികൾ പോളിയോയ്ക്കെതിരായ ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നു. शाहरुख खान के पास डेट्स ही डेट्स हैं, लेकिन सिर्फ अपने बच्चे के लिए। हम पल्स पोलियो के लिए गए थे। हाँ, 10-15 मिनट का काम और उसके बाद फिर आराम ही आराम, एक पूरा दिन अपने बच्चे के साथ छुट्टी। लेकिन इस खिलवाड़ और छुट्टी से भी ज़्यादा इंपॉर्टेंट बात और वो ये है कि पोलियो जैसी खतरनाक बीमारी की छुट्टी करनी है हमेशा के लिए। तो याद रखिए, राष्ट्रीय पोलियो रक्षा अभियान की अगली तारीख 21 नवंबर 1999। हम भारतवासी किसी से हार नहीं मानते। हर दुश्मन को खदेड़ के रख देना हमें अच्छी तरह आता है। ये पोलियो जो है ये भी हमारा दुश्मन है, जिसकी ये मजाल कि वो हम पर नहीं हमारे बच्चों पर वार करता है। वो हमारे बच्चों पर वार करे और हम हाथ पे हाथ धरे बैठे रह जाएं कि आओ भैया हमारे बच्चों की जिंदगी बर्बाद करो और चले जाओ, हम छोड़िए। 2012 റോട്ടറി ഇന്റർനാഷണലും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരും സംയുക്തമായി പോളിയോ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിബദ്ധതയും പ്രയത്നങ്ങളും പുതുക്കുന്നതിനായി ശ്രേഷ്ഠമായ പോളിയോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു. 2012 ഫെബ്രുവരി 25 ഉച്ചകോടിയിൽ പോളിയോ പകർച്ചവ്യാധിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ ഒഴിവാക്കി. It's a matter of satisfaction that we have completed
1 year without any single new case of polio being reported from anywhere in the country. This gives us hope that we can finally eradicate polio not only from India but from the face of the entire Mother Earth. It's an honor for me to be here this morning as President of Rotary International at this polio summit to celebrate a year in India without a single case of polio. It is my privilege to break to you an extremely happy and exciting news. The letter which I have just now received from Margaret Chan, that World Health Organization has taken India's name off the list of polio endemic countries. Today we got this wonderful news from WHO that India is finally off the list of endemic countries, something that never made us very proud of ourselves, but today we can hold our head high and be extremely proud. I must take this opportunity to compliment Rotary International, which played a key role in launching of the Global Polio Eradication Initiative and galvanizing massive private support for public health initiatives. I can tell you that this summit would not have been possible had it not been for not only the paper mention of the organization being held jointly with the Government of India. It is a matter of pride for us when we see Rotary emblem together with Ashoka's thumb. Rotarian Deepak Kapoor, who has been chairman, India National Polio Plus Committee of Rotary International since 2001. In 1979, Rotary undertook the immunization. ഏറ്റവും ഒടുവിലായി 2011 ജനുവരി 13 റിപ്പോർട്ട് ചെയ്യപ്പെട്ട റുക്സാർ ഖാത്തൂണിന്റെ കേസിന് ശേഷം പോളിയോ കേസ് ഒന്നുമില്ലാതെ ഇന്ത്യ 3 വർഷം പൂർത്തിയാക്കി. പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ദീപവിതാനം ചെയ്തുകൊണ്ട് രാജ്യമെമ്പാടും ഇത് ആഘോഷിച്ചു. 2014 ഫെബ്രുവരി 11 പോളിയോയെ കീഴടക്കിയത് ഭാരത സർക്കാർ ഇന്ത്യൻ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ഒരു ചരിത്ര മുഹൂർത്തമായി ആഘോഷിച്ചു. മാർച്ച് 27 ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യയോടൊപ്പം പോളിയോ ഫ്രീ ആണെന്ന് WHO സാക്ഷ്യപ്പെടുത്തി. സ്മോൾ പോക്സിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഒരുപക്ഷെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന രണ്ടാമത്തെ രോഗമാണ് പോളിയോ. റോട്ടറി ഇന്റർനാഷണൽ ഇന്ത്യയുടെ പോളിയോയിൽ നിന്നുള്ള മോചനം പോളിയോ ഫ്രീ കോൺക്ലേവ് 2014 കൊണ്ട് ആഘോഷിക്കുന്നു. ഇന്ത്യയ്ക്കു വേണ്ടി ഈ ശാശ്വതമായ പോളിയോ ഫ്രീ ലെഗാസി സൃഷ്ടിക്കാൻ വർഷങ്ങളായി സഹായിച്ചതിന് ഞങ്ങൾ INPPC ചെയർമാനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അവസാനമെങ്കിലും അപ്രധാനമല്ലാത്തത്, ഈ ഉദ്ദേശത്തിന് പിന്നിലുള്ള ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച, പോളിയോ ബൂത്തിലേക്ക് സ്വന്തം മക്കളെ കൊണ്ടുവന്ന, സന്നദ്ധ സേവകർക്ക് വേണ്ടി വീടിന്റെ വാതിൽ തുറന്നുകൊടുത്ത ഇന്ത്യയിലെ ജനങ്ങളോടാണ്. ഈ വിജയത്തിനു പിന്നിൽ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഒരു പോളിയോ ഫ്രീ ഇന്ത്യയ്ക്കു വേണ്ടി രാജ്യത്തെ ഓരോ പൗരനും കാരണഹേതുവാണ്. എങ്കിലും ഈ വൈറസ് ലോകത്തെവിടെയെങ്കിലും നിലനിൽക്കുന്നിടത്തോളം ഇന്ത്യയ്ക്ക് ആപത്ശങ്കയുണ്ട്.
നമ്മുടെ രാജ്യത്തുള്ള കുട്ടികളെ പോളിയോയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടി നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേയ്സ് സംഘടിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സാമ്പത്തികം, പിന്തുണ, സോഷ്യൽ മൊബിലൈസേഷൻ എഫേർട്സ് എന്നിവ മുഖേന റോട്ടറിയുടെ സഹകരണവും തുടരുകയാണ്. വരൂ, നമുക്കെല്ലാവർക്കും പ്രതിജ്ഞയെടുക്കാം. കീപ് ഇന്ത്യ പോളിയോ ഫ്രീ.